രാഷ്ട്രീയത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ജേക്കബ് ജോർജ് അത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഈ വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊരു CPM പ്രമുഖ നേതാവിനോട് ചോദിച്ചു. 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അടങ്ങപ്പെട്ടു, UDF-നും LDF-നും. അവിടെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാവില്ലേ? അപ്പോഴദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങളത് പഠിച്ചു, ഒരു കാരണവശാലും അത് സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം സ്റ്റഡീഡ് റിപ്ലൈ ആണ് എനിക്ക് തന്നത്. അതിൻ്റെ അർത്ഥം CPM വളരെ കാര്യമായിട്ട് ഗൃഹപാഠം ചെയ്തിട്ട് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥിയെ മുന്നേ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഈ പറയുന്നത് പല സീറ്റുകളിലും അവരിപ്പോൾ നമ്മൾ കാണുന്ന പല സ്ഥാനാർത്ഥികളും മാറും. കാരണം എന്താ? CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ കണ്ടിട്ടാണ്. കേട്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ജേക്കബ് ജോർജ് തുറന്നു പറയുന്നു. പത്തനംതിട്ടയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ. സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ഒരു ഹിന്ദു ഭൂരിപക്ഷ ജില്ലയാണ്. LDF-ഉം UDF-ഉം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഹിന്ദുക്കൾക്ക് നെറ്റി ചുളിയുമല്ല. ഇതെന്തൊരു പോകൃത്തരം, ഒരാൾ പോലും ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥി പോലും ആക്കുന്നില്ല. ഇങ്ങനെ ഒരു ദേഷ്യം വരില്ലേ? അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ, അവരുടെ ഒരു ദൃഢീകരണം ഹിന്ദുക്കളുടെ ഉണ്ടാവില്ലേ എന്ന് ഒരു CPM നേതാവിനോട് ജേക്കബ് ജോർജ് ചോദിക്കുന്നു. CPM നേതാവ് പറയുന്നു, ഇല്ല, ഹിന്ദുവിൻ്റെ ഏകീകരണം ഉണ്ടാവുകയില്ല. ഞാൻ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളോടാണ് ഇത് പറയുന്നത്. നിങ്ങളെപ്പറ്റി CPM-ൻ്റെ റീഡിംഗ് ആണ്. നിങ്ങൾ ഒരു കാലത്തും ഐക്യപ്പെടുകയില്ല എന്ന് CPM-ന് ഉറപ്പാണ്, കോൺഗ്രസ്സിന് ഉറപ്പാണ്. അതുകൊണ്ട് കോൺഗ്രസും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തി. പത്തനംതിട്ടയുടെ കഥയാണ്. എല്ലാവരും ശബരിമല വോട്ട് എന്നൊക്കെ പറയുമല്ലോ, അയ്യപ്പൻ സഹായിക്കട്ടെ. ഇതാണ് LDF-നും UDF-നും ഹിന്ദുക്കളെ പറ്റിയുള്ള അവരുടെ അസസ്മെൻറ്റ്. എത്രയുണ്ടെന്ന് അവർ തൂക്കി നോക്കിയിട്ടുണ്ട് ഈ സമുദായത്തെ. എന്നിട്ട് പറയുന്നു, ജേക്കബ് ജോർജ് ചോദിക്കുന്ന ഒരു ഏകീകരണം ഉണ്ടാകുമോ? ഇല്ല. ജേക്കബ് ജോർജ് പറയുന്നു, അവർ ശരിക്കും പഠിച്ചിട്ടാണ് വീണ ജോർജിനെ നിർത്തിയിരിക്കുന്നത്. അവർക്കറിയാം ഹിന്ദുക്കൾ ഐക്യപ്പെടുകയില്ല, ഉറപ്പാണ്. ഇതേ ഉറപ്പ് ആലപ്പുഴയിലും ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ആലപ്പുഴ ഹിന്ദുക്കൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അത് ഇസ്ലാമിനെ കൂടെ ചേർക്കാനായിട്ട് കരുനാഗപ്പള്ളി വരെ നീട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയുടെ അതിർത്തി ഏറ്റവും വലിയ കള്ളക്കളി നടക്കുന്ന, ഡെമോഗ്രാഫിക് കള്ളക്കളി നടക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. കാരണം കേരളത്തിൽ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള സ്ഥലം ചേർത്തല താലൂക്കാണ്. ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 83% ഹിന്ദുക്കളുള്ള സ്ഥലമാണ് ചേർത്തല. പക്ഷേ പണ്ട് ചേർത്തല, മാരാരിക്കുളം, അരൂരൊക്കെ ജയിച്ചു വന്നുകൊണ്ടിരുന്ന ആൾക്കാരുടെ പേര് ഞാൻ പറയാം. ദാമോദരൻ കാളാശ്ശേരി, PS കാർത്തികേയൻ, N പ്രഭാകര തണ്ടാർ, KR ഗൗരിയമ്മ, CG സദാശിവൻ, PS കാർത്തികേയൻ, ഇങ്ങനെ ഉള്ള പേരുകളായിരുന്നു. പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ജയിച്ചു വരുന്നവരുടെ പേരുകൾ നിങ്ങൾ നോക്കിക്കോളൂ. PJ ഫ്രാൻസിസ്, തോമസ് ഐസക്, AM ആരിഫ്, AA ഷുക്കൂർ. ഞാനൊന്നും പറയുന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ വർഗീയമായി പോകും. ഇതിൻ്റെ നടുക്ക് ആകെ ഹിന്ദുക്കൾക്ക് ബാക്കി നിൽക്കുന്നത് ചേർത്തലയാണ്. അതും AK ആൻ്റണി മത്സരിക്കുന്നില്ലെങ്കിൽ ഒരു ഹിന്ദു, അത് CPI-യോ കോൺഗ്രസ്സോ ആരും ആയിക്കോട്ടെ, ഒരു ഹിന്ദു അവിടെ കയറി വരണമെങ്കിൽ ചേർത്തലയിൽ പോലും AK ആൻ്റണിയുടെ ദയ വേണം. ഈ അവസ്ഥ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ജില്ല അങ്ങോട്ട് തിരിച്ചു, വെട്ടിമുറിച്ചു, ഇങ്ങോട്ട് നീക്കി. ആലപ്പുഴയെന്ന് പേര്, എന്നാൽ ആലപ്പുഴ നഗരം അമ്പലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന് പറയുന്നത്, ആലപ്പുഴയെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, ശവക്കോട്ടപ്പാലം വെച്ച് ആലപ്പുഴ തീർന്നു പോകുന്നു. അതിന് തെക്കോട്ട് അമ്പലപ്പുഴയാണ്, ആലപ്പുഴയല്ല. അതിന് വടക്കോട്ടാണ് ആലപ്പുഴ എന്ന് പേര്. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ ആലപ്പുഴയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ശവക്കോട്ടപ്പാലം കടക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ രാഷ്ട്രീയക്കാരെന്ത് ചെയ്തു? സമർത്ഥമായിട്ട് വോട്ട് കിട്ടണ്ടേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിമറിച്ചു. ഈ മാറ്റിമറിക്കലെല്ലാം കഴിഞ്ഞിട്ടും ആലപ്പുഴ ജില്ല, അല്ലെങ്കിൽ ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലം ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്നു. പക്ഷേ അവിടെ LDF-ഉം UDF-ഉം ധൈര്യമായിട്ട് 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു, AM ആരിഫും ഷാനിമോൾ ഉസ്മാനും. ഇതിൻ്റെ കാൽക്കുലേഷൻ എന്താ? ഹിന്ദു ഏകീകരണം ഉണ്ടാവില്ലെന്ന് ഈ പൊട്ടന്മാരെപ്പോഴാണ്, നടക്കുന്ന കേസല്ല. ഇവർ നമ്മുടെ വാലായിട്ട് പിന്നാലെ നടന്ന് വോട്ട് ചെയ്യും. ഇത് പ്രകടവും വ്യക്തവുമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുന്നു. ജേക്കബ് ജോർജ് തുറന്ന് നിങ്ങളോട് പറയുന്നു,
ഇനിയും ഹിന്ദു സമൂഹം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പുതിയൊരു ബാക്കി പത്രവുമായി വീണ്ടും കാണാം. നമസ്കാരം.